ഓണം ആഘോഷിക്കുന്നതിനായി നാട്ടിലേക്ക് മടങ്ങാനൊരുങ്ങുന്ന മറുനാടൻ മലയാളികൾക്ക് ഇരുട്ടടിയായിരിക്കുകയാണ് യാത്രാ നിരക്ക് വർധനവ്. ഡൽഹി, മുംബൈ, ചെന്നൈ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലേക്കുള്ള യാത്രാ നിരക്കുകളിലാണ് വലിയ വർധനവ് ഉണ്ടായിട്ടുള്ളത്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റുകൾ ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്. തൽക്കാൽ ടിക്കറ്റുകൾ പോലും ലഭ്യമാകാത്തൊരു സ്ഥിതിയാണ്. ഇതോടെയാണ് വിമാന ബസ് നിരക്കുകളിൽ വലിയൊരു വർധനവ് ഉണ്ടായിട്ടുള്ളത്. വിവിധ KSRTC സർവീസുകൾ സംസ്ഥാനത്തേക്കുണ്ടെങ്കിലും ഈ സർവീസുകളിൽ പലതും ടിക്കറ്റുകൾ നേരത്തെ തന്നെ ബുക്കായിട്ടുള്ള സ്ഥിതിയാണുള്ളത്. അതേസമയം സ്വകാര്യ ബസ്സുകളിൽ പല ബസ്സുകളിലും 1000 മുതൽ 2000 രൂപ വരെയുള്ള വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് വിമാനങ്ങൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ പല വിമാന സർവീസുകൾക്കും 3000 മുതൽ 6000 രൂപ വരെ വലിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. പ്രധാനമായും കൊച്ചി, തിരുവനന്തപുരം പോലെയുള്ള സ്ഥലങ്ങളിലേക്കുള്ള വിമാന നിരക്കുകളിൽ വലിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. പ്രധാനമായും 28-ാം തീയതിയാണ് സംസ്ഥാനത്ത് തിരുവോണം. 22-ാം തീയതി മുതലാണ് ഓണാവധി ആരംഭിക്കുന്നത്. ഈ ദിവസങ്ങളിലാണ്, അതായത് 22-ാം തീയതി, 21-ാം തീയതിയൊക്കെയുള്ള തീയതികളിലാണ് വിമാന സ്വകാര്യ ബസ്സുകളുടെ നിരക്കിൽ വലിയ വർധനവ് ഉണ്ടായിട്ടുള്ളത്. നിലവിലത്തെ ഒരു സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ ഒരു കുടുംബത്തിലെ 4 പേർ ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടി സംസ്ഥാനത്തേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ ഏറെക്കുറെ 1 ലക്ഷം രൂപയെങ്കിലും ചെലവാകുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഓണവുമായി ബന്ധപ്പെട്ട് ചില അധിക ട്രെയിൻ സർവീസുകൾ അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഈ ട്രെയിനുകൾ പോലും നിലവിൽ ബുക്കായിട്ടുള്ള ഒരു സ്ഥിതിയാണുള്ളത്. ഇനി കൂടുതൽ KSRTC ബസ്സുകളും മറ്റും നിരത്തിലിറങ്ങിയാൽ മാത്രമാകും ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി പരിഹരിക്കുവാൻ കഴിയുക. ഓണം പോലുള്ള ഇങ്ങനൊരു ആഘോഷത്തിനിടെ അല്ലെങ്കിൽ എല്ലാ മലയാളികളും എല്ലാ കുടുംബങ്ങളും ഒത്തുചേരുന്ന ഈ ഒരു കാലയളവിൽ നിലവിൽ നമ്മുടെ കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്നവർ, പഠിക്കുന്നവർ, വിവിധ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന പലരും ഇന്ന് നാട്ടിലേക്ക് വരാൻ ഏറെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു ഘട്ടമാണ്. കാരണം ട്രെയിൻ ടിക്കറ്റുകളുടെ അവൈലബിലിറ്റി ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നു. അതായത് ഇനിയിപ്പോൾ അതിനൊരു പരിമിതികളുണ്ടായിരിക്കാം. പിന്നെ നമ്മൾ ആശ്രയിക്കുന്ന മറ്റ് മാർഗ്ഗങ്ങളെന്ന് പറയുമ്പോൾ ബസ്സും അതുപോലെ തന്നെ ഫ്ലൈറ്റും. ഈ 2 മേഖലകളിൽ നിന്നും അല്ലെങ്കിൽ ഈ 2 പ്ലാറ്റ്ഫോമിൽ നിന്നും നമുക്ക് യാത്ര ചെയ്യാനായിട്ട് ഉള്ളൊരു സാധ്യത നോക്കുമ്പോൾ സാധാരണഗതിയിൽ നിന്നും ഉള്ള ചാർജിൻ്റെ ഏകദേശം 35% മിനിമം അതിൽ വർധനവുണ്ടായിട്ടുണ്ട്. ഏകദേശം 4 പേരടങ്ങുന്ന ഒരു കുടുംബത്തിന് ഫ്ലൈറ്റ് യാത്രയിലൂടെ കേരളത്തിൽ എത്തിച്ചേരാൻ 35,000 രൂപ ചിലവ് വന്നിരുന്ന ഘട്ടത്തിൽ ഇന്ന് ഏകദേശം 50,000 രൂപയ്ക്ക് മുകളിൽ അതിന് തന്നെ ചിലവ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ തീർച്ചയായിട്ടും ഒന്നെങ്കിൽ സർവീസുകളുടെ എണ്ണത്തിൽ അതിൻ്റെ വർധനവ് വരുത്താനായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അതിൻ്റെ ഫെയർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു നടപടി തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അതിൽ പ്രൈവറ്റ് കമ്പനികളുടെ ഈ ഒരു ചൂഷണവും അതുപോലെ തന്നെ ഒരു സർക്കാരിൻ്റെ നിസ്സഹായാവസ്ഥ എല്ലാം ഇതിനെ ബാധിക്കുന്നുണ്ട്. അതിൽ സത്യത്തിൽ ഈ 2 സെക്ടറുകളുടെയും ഒരു കൂട്ടായ ചർച്ചകൾക്കും അതുപോലെ തന്നെ അതുമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു കോമ്പിനേഷനിൽ മാത്രമേ ഇതിനൊരു നല്ല റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതിനകത്ത് യാതൊരു സംശയവും വേണ്ട. ഓണം മലയാളികളെ സംബന്ധിച്ച് വലിയൊരു ആഘോഷമാണ്. അതുകൊണ്ട് തന്നെ മറുനാടുകളിലുള്ളവർ ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടി വലിയ തോതിൽ സംസ്ഥാനത്തേക്ക് എത്തും. അങ്ങനെയുള്ളപ്പോൾ ഈ ഒരു ആഘോഷ കാലയളവ് നോക്കി വലിയൊരു കൊള്ളലാഭം കൊയ്യുന്നതിന് വേണ്ടിയാണ് സ്വകാര്യ ബസ് ഉടമകളും അതോടൊപ്പം തന്നെ വിമാന കമ്പനികളും ശ്രമിക്കുന്നത്. അപ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കൂടുതൽ ട്രെയിൻ ബസ് സർവീസുകൾ തുടങ്ങി ഈ പ്രതിസന്ധി പരിഹരിക്കുവാൻ കഴിയും. അത്തരത്തിലുള്ള ശ്രമം സർക്കാർ നടത്തണമെന്നാണ് മറുനാടൻ മലയാളികൾക്ക് പറയുവാനുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.